ഷാജൻ സ്കറിയയ്ക്ക് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റു. നമുക്കറിയാം ഷാജൻ സ്കറിയ പല വിഷയങ്ങളും സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങൾക്കുമെതിരെയുള്ള ശബ്ദമുയർത്തുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷമാണ് ഈ സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നത്. അപ്പോൾ അതൊരു തരം ഒരു പകപോക്കൽ പോലെ അല്ലെങ്കിൽ ഒരു അരാജകത്വമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ പ്രബുദ്ധ മലയാളികൾ എന്നാണ് പൊതുവെ പറയുന്നത് അല്ലേ? പക്ഷേ കേരളം ഒരു ഭ്രാന്താലയം എന്ന വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ വിളിച്ചതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം ഈ ഒരു സംഭവം വാർത്തയായതിനെ തുടർന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത്. ബഹുഭൂരിപക്ഷം ആൾക്കാർ അദ്ദേഹത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു എന്താ പറയുക, ഒരു വലിയ സമൂഹം തന്നെ അപ്പുറത്ത് രാഷ്ട്രീയമായിട്ടുള്ള മതപരമായിട്ടുള്ള കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ വെറുപ്പോടെ കാണുന്ന ചില ആൾക്കാരുണ്ട്. അവർ വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരു പ്രവണതയും ഇവിടെ കാണുന്നുണ്ട്. അതായത് വലിയ പ്രബുദ്ധരാണ്, നമ്പർ 1 കേരളമാണ് നമ്മുടെ പ്രബുദ്ധത, അല്ലെങ്കിൽ സാമൂഹ്യ ബോധം, അങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റു ആൾക്കാരെക്കാൾ നമ്മൾ മുകളിലാണ്, ഇത്തരത്തിലുള്ള എലൈറ്റിസം കൊണ്ട് നടക്കുന്ന മലയാളികളാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം. പക്ഷെ അതിൽ യാതൊരു വിരോധാഭാസവും ഇല്ല. കാരണം ഈ മറ്റുള്ളവരെക്കാൾ മുകളിലാണ് എന്ന് വിശ്വസിച്ച് നടക്കുന്ന എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, സ്വഭാവ വൈകല്യമുള്ളവരായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് മലയാളിയുടെ ഈ പ്രബുദ്ധത എന്ന ഒരു കാപട്യം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക്, സമുദായങ്ങൾക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾക്കൊക്കെ, സർക്കാരുകൾക്കൊക്കെ താല്പര്യമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള നിരവധി മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പോൾ താല്പര്യമില്ലാത്ത മാധ്യമപ്രവർത്തകരെ മുഴുവൻ നമുക്കങ്ങ് ശാരീരികമായിട്ടങ്ങ് നേരിട്ട് കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെവിടെ ചെന്ന് നിൽക്കും എന്നുള്ള കാര്യം ഇവിടെ ഇവർ ചിന്തിക്കണം. അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് സമൂഹത്തിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ എന്താ പറയുക, നമ്മുടെ ഷാജൻ സ്കറിയ നേരിട്ട ആക്രമണത്തിനെ കുറിച്ച്, അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരെ കുറിച്ച്, ഇങ്ങനെയുള്ള ഒരു പ്രവണതയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അത് അല്ലെങ്കിൽ പൊതുബോധം ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അതായത് ഒരാളെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കായികപരമായിട്ട് നേരിടുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ എന്താ, മറുനാടൻ മലയാളിയുടെ ഫൗണ്ടറാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന ഈ ആക്രമണം, എന്താണ് ഇവരുടെ ഉദ്ദേശം, ഇവരെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസിന്റെ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്, അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് ഒരു പൊതുബോധം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് പൊതുബോധം ഉയർന്നു വരേണ്ടത്. അപ്പോൾ നമുക്കറിയാം, പലപ്പോഴും ഒരു പ്രതിപക്ഷ ജനപക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഷാജൻ സ്കറിയ. അപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റെതാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെതാണെങ്കിലും ഇഷ്ടമല്ലാത്ത എല്ലാ പദ്ധതികളെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ നേതാക്കളെ, അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ മുഖം നോക്കാതെ വിമർശിക്കുന്ന ഒരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ ചായ്വുള്ള ആളാണ് എന്ന് ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ചുമ്മാ അങ്ങ് നിലനിൽക്കില്ല. അതായത് വിഷയാധിഷ്ഠിതമായിട്ട് അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അനുകൂലിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ കാണുന്ന രാഷ്ട്രീയ ഒരു ചാപ്പേടി ഉണ്ടല്ലോ, സംഘി, കമ്മി, കൊങ്ങി എന്നൊക്കെയുള്ള. അപ്പോൾ ഇത് ഇദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ ബി ജെ പിക്കാരനാകുന്നു, BJP വിമർശിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനാകുന്നു, ഭരിക്കുന്നത് CPM സർക്കാർ ആയതുകൊണ്ട് CPM വിമർശിക്കുമ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഓരോരോ ചാപ്പകൾ ഇടക്കിടയ്ക്കായി കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സമയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നല്ല പദ്ധതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ സംഖ്യയായിട്ട് ഇദ്ദേഹം മാറും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചാപ്പേടി എല്ലാ പാർട്ടികളിലും വിശ്വസിക്കുന്ന ആൾക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് സ്ഥിരമായി ഏതെങ്കിലും ഒരു പാളയത്തിന് വേണ്ടിയുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വൈരാഗ്യമുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നൽകുന്ന വാർത്തകളിൽ ഒരു വാർത്തയുടെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിക്കാൻ അവർ ശ്രമിച്ചിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ അടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ 2 ഭാഗവും അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലടക്കം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മറ്റ് മുഖ്യധാര മാധ്യമങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഡിജിറ്റൽ വ്യൂവർഷിപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നതെന്നൊരു കാര്യത്തിലും തർക്കമില്ല. കാരണം അതുകൊണ്ട് എന്താണ്, ഇവർക്ക് ഇദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിനോട്, അല്ലെങ്കിൽ ശൈലിയോട്, രാഷ്ട്രീയത്തിനോടൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷത്തിനോട് എതിർപ്പുണ്ടെങ്കിൽ വിയോജിപ്പുണ്ടാകാം, അതിന് നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ളൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ഒരു നിലനിൽപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, അതിന് കോട്ടം തട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ലൈസൻസ് അല്ല. അപ്പോൾ വിമർശിക്കുന്നതിനാണെങ്കിലും പിന്തുണയ്ക്കുന്നതിനാണെങ്കിലും ഓരോ വിഷയത്തിലും ഷാജൻ സ്കറിയ എടുക്കുന്ന നിലപാട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ മലയാളി പൊതുവെ ശ്രമിക്കാറുണ്ട്.
കാരണം അദ്ദേഹത്തിന് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം എന്ന് കേൾക്കാൻ മലയാളികൾക്ക് കൂടുതൽ താല്പര്യമാണ്. നമ്മുടെ ഒരുപക്ഷെ ഈ പ്രമുഖ മാധ്യമ പ്രവർത്തകരെക്കാൾ മുഖ്യധാരയിലുള്ള പ്രമുഖരായിട്ടുള്ള ഒരുപാട് ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അവരെക്കാൾ മറുനാടൻ എന്താണ് പറയുന്നതാണ് സാധാരണ മലയാളിക്ക് കേൾക്കാൻ കൂടുതൽ ഇഷ്ടം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു മാധ്യമ പ്രവർത്തനമാണ്, ഒരു 360 ഡിഗ്രിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ല ആരെയും പക്ഷം പിടിക്കാൻ പോകാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ അനിഷേധ്യമായിട്ടുള്ള ഒരു പൊതുവിടങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലാണെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളുമുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നമുക്കിതിൽ ആരാണ് അദ്ദേഹത്തിനെ ആക്രമിച്ചതെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. അതായത് ഇപ്പോൾ ഡിഫിക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് ഉറപ്പിക്കാൻ കഴിയില്ല, പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിച്ച് അങ്ങ് പറയാൻ കഴിയില്ല. പലതരത്തിലുള്ള പല ശ്രേണികളിൽ നിന്നാണ് ശത്രുക്കളുള്ളത്. ഇതാണ് പറയുന്നത്, SDPIക്കാരുണ്ട്, ഈ പറയുന്ന പോലെ കോൺഗ്രസ്സുകാരുണ്ട്, DYFIക്കാരുണ്ട്, ഒരു പക്ഷേ BJPക്കാർ ഉൾപ്പെടെ വരാം. അപ്പോൾ ഇതാരാണ് ഇദ്ദേഹത്തിനെ മർദ്ദിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു കൃത്യമായ ഒരു ഇത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ശത്രുക്കൾ അതുപോലെ എണ്ണത്തിൽ കൂടുതലാണ്. അപ്പോൾ ഇക്കൂട്ടർ എന്താണ് അദ്ദേഹം പറയുന്നതിന് എതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല, അദ്ദേഹത്തിനെ വിമർശിക്കാൻ ഇവർക്കൊരു പോയിന്റ് ഇല്ലാതെ വരുമ്പോഴാണ് ഈ അടിച്ച് വായടപ്പിക്കാനുള്ള പരിപാടി ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഈ ക്രിമിനൽ കേസ് അൻവറുമായിട്ടുള്ള ഒരു കൊമ്പോർത്തിരുന്നു മറുനാടൻ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമൊക്കെ റെയ്ഡ് ചെയ്ത് അവിടെയുള്ള ഡെയിലി ന്യൂസ് പ്രൊഡക്ഷൻ വേണ്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ കണ്ടുകെട്ടി ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് പൂർണ്ണമായി മന്ദീഭവിക്കുന്ന തരത്തിലുള്ള പ്രതികാര നടപടിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇദ്ദേഹം അന്ന് ഒളിവിൽ പോയി, മറുനാടൻ ഭയന്ന്, പോലീസ് മർദ്ദനം ഭയന്നിട്ട്. അപ്പോൾ സുപ്രീം കോടതി വരെ പക്ഷേ അദ്ദേഹം പോയി നിയമത്തിൻ്റെ എന്താണ് പറയുക ആ ഒരു നിയമബോധം കൂടി പ്രദർശിപ്പിച്ച ഒരാളാണ് അദ്ദേഹം. ഇത് തെറ്റാണ്, തനിക്കെതിരെ വന്ന നടപടി തെറ്റായിരുന്നു എന്ന് അദ്ദേഹം തെളിയിച്ച ഒരാളും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇതര കായികമായിട്ടുള്ള ആക്രമണം ഇനി ഇത് മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്ന, ഇനി തട്ടിക്കളയുക എന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു വധശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിക്കണം. കാരണം അതിൽ നിന്ന് രക്ഷപ്പെട്ടതാണോ, അതായത് ചുമ്മാ തല്ലിയിട്ട് പോയിട്ട് കാര്യമില്ല, അദ്ദേഹം വീണ്ടും പിറ്റേ ദിവസം മാധ്യമപ്രവർത്തനം ചെയ്യും. അപ്പോൾ ഇത് ഇയാളെ അവസാനിപ്പിക്കാനാണോ ഇവിടെ ശ്രമം നടന്നത്, ഇവരെന്തിനാണ് അത് ചെയ്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം വേണം. പക്ഷേ അത് ഈ സംസ്ഥാന സർക്കാർ, നമ്മുടെ CPM സർക്കാർ തന്നെ ഇദ്ദേഹത്തിനെ വേട്ടയാടിയിട്ടുള്ള ഒരു സർക്കാർ ആയതുകൊണ്ട് ഇത് എത്രത്തോളം ശരി ആവും, അതല്ലെങ്കിൽ എത്രത്തോളം ഈ അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് അങ്ങനെ സംശയം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് കേസുകൾ അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക, ഷർട്ട് പോലും ഇടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകുക മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച്. അപ്പോൾ അത്തരത്തിൽ തങ്ങൾക്കെതിരെ വാർത്ത ചെയ്യുന്നവരെ ഏത് തരത്തിലും ഉന്മൂലനം ചെയ്യുക എന്ന ഒരു തന്ത്രം തന്നെയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷേ ഷാജൻസ് കറിയെ സമൂഹത്തിന് ആവശ്യമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെയുള്ള വാർത്തകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന് നീതി ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് കേരളീയ പൊതുസമൂഹം നിൽക്കുന്നത്.